வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, ஹலோ பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷனில் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ளே போயிடலாம் அக்கா. எஸ். இவங்க போட் ஸ்டைல் எப்பவுமே நல்லா இருக்கும்பா. നമ്മള് കണ്ടുപിടിച്ച് ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ആരാ ഇവിടെ പൈസ കൊടുക്കണ? ஏய் പൈസ കൊടുക്കണ? മാറി അയ്യോ അമ്മേ, டிக்கில என்ன பண்ணிட்டாரு? ഇത് ഞാനല്ല. ആരാ വന്നിരിക്കുന്നത് നോക്ക്. പറഞ്ഞേട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ. நோக்கடி டி கேஷுவலா யூஸ் பண்றாங்க. ഇവിടെ ഇരുന്നു കേട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരെ എടുക്കണേ? വീണ തിന്നാനാണാ? പറയാം. എന്തോട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണാണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാം. ദേ ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ടാ. ആ ഹലോ, ഈ പടം എന്റെ പടാ? കാണാനില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടൻ ചോദിക്കണേ. അമ്മക്കുട്ടി ഞാനെങ്ങനെ കാണുമാണ്ടായേ? എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാവൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? നാട്ടുകാരൊക്കെ വിളിക്കണേ. போட்டோ காட்டுங்கப்பா. പുറത്ത് കോല് വീണാ കാമിച്ചാங்க. അച്ഛൻ அவரோட போட்டோ കാമിച്ചാங்க. அப்படியா? അമ്മുട്ടിയെ നീയും വരണോ പൂരത്തിന്? അല്ലേലും നാട്ടുകാരൊക്കെ വിളിക്കണ പൂരമണിക്കരുടെ മോളേന്നാ. നിനക്കെന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. എന്നാ വീട്ടിലേക്ക് പോക്കോ. பணிக்கர்னா வந்து எலிஃபண்ட் வாகனம் பண்றாங்க. ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഉണ്ണിയേട്ടന്? ആ. ഇവിടെ വെച്ചാ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആന ഇടിഞ്ഞു എന്നാ കേട്ടെ. അതിനിടയിലെ ഉണ്ണിയേട്ടനെ കാണാണ്ടായേ. അയ്യോ, അമ്മക്കുട്ടിയുടെ അച്ഛൻ അവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. இவர்னு வித்தியாசமா பாக்குறாரு. ഗോവേട്ടനെന്താ ഇവിടെ? ഇവനാണല്ലോ ഉണ്ണി. ആ ഇവനാണല്ലേ ഉണ്ണി. போச்சு. ഹായ് മഞ്ഞക്കിളി. അപ്പം വല്ല മഞ്ഞക്കിളിയുടെ പുറകെ വെക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല. ഗോവേട്ടൻ പൊയ്ക്കോ. ഉണ്ണിയേട്ടാ ஒரு பராமரிச்சு. ഇതാ ഉണ്ണിയേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ചെക്കൻ അയ്യോ, എന്റെ കൈ നീളും. ഡബറ டபரா ലൂഫി. ഉണ്ണി ഇത് എവിടെയും വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണിയേട്ടാ? അയ്യേ, മാഷേ ടീച്ചറെ, ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അങ്ങനെയൊന്നും പറയരുത്. போச்சு. അസംബ്ലിക്ക് സമയമായില്ലേ? ഞാൻ പറയട്ടെ. நல்லா இருக்கேன் இந்த தீம். ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ ഉണ്ണിയേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. അയ്യോ, വേണ്ട. അവരെ ഓടുறாரு. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. போச்சு. யார் வேஷ்டி பறக்க போதோ. അതിന് കുട്ടികളുണ്ട്, അവര് പാടി. ഞാൻ നന്നായിട്ട് പാടും. ഞാൻ ഉണ്ണി പാടിക്കോട്ടെ മാഷേ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? അത് ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ. ഉണ്ണി கரெக்டா பாடி வரும். പറയണം കേട്ടോ. മാഷേ. ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറടി. ஐயோ, தப்பு பாடி இருக்கக்கூடாது. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് നനച്ചെ. കല്യാണം. എന്താ ഈ പാടണേ? സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പാട്. സാറേ സാറേ സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി, ഞാനോള് വറുത്തപ്പൻ നൂഡിൽസ്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. மைக் ஆஃப் பண்ணுங்கப்பா. കോഴി തൂവൽ ചമ്മന്തി. മാറ് யாரும் வராங்களே. ഡിയോ டியோவா?
അച്ഛൻ പോണം. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. സാറേ കല്യാണം സാറിന്റെ വീട്ടിൽ സാറേ സാമ്പാറേ സാറിന്റെ വச்சுங்க அப்ப வேலை போகுது. സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ നിർത്തണം. സാറേ போச்சு ஒரு வேட்டி സാറിന്റെ വീട്ടിൽ കല്യാണം. ഓടതടിയാ போடா தடியா. സാറേ സാറേ സാമ്പാറോ വീട്ടിൽ കല്യാണം ഐ വിൽ ക്യാൻസൽ ഫസ്റ്റ് ബിഗ് എക്സ്പീരിയൻസ് ഇത്ര തരണ്ടാണ് போச்சு. அவர் வேட்டி கொள்வாரு. ஐயோ தலைவா அது தவறு. ട്രൗസർ പോട്ട് Red color ഇത്. പോട്ടറ 3-4. ആരോ അറിഞ്ഞിട്ട പേരാ സഹോദര. ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? ആരുടെ പുള്ളികൾ അതാ അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. ഞാൻ പറ. നീ പറയലടാ പറയും പറ. ഇനി ഒന്ന് ஏதோ ஃபங்க்ஷன் பண்றாங்க என்னன்னு தான் புரியல. வீட்டுக்கு காடை கூட்டிட்டு வந்துட்டு வாசல்ல இது எதுக்கு இந்த ப்ரொசீஜர்? blessings வாங்குறாங்க நினைக்கிறேன். ஓகே ஓகே ரைட்ரா. ദേവി മുണ്ട് വരയ്ക്കും ഓടിക്കൂ. ஒண்ணுத்தோடு தெளிச்சதில்ல. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് കുട്ടിയുണ്ട്. വെക്കുന്നത് നന്നായിരിക്കും. പട്ടി അയ്യോ. അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി ദേവി രക്ഷിക്കണേ. ടിമോൻ ഓടി. ഓ, ദേവി. என்ன இது யானை? ഓ മൈ ഗോഡ്. വാട്ട് എ ഷോട്ട് ല്ലേ. ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. ആണാ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർട്ട് തരുമോ? തരാം. சிகரெட் குடுக்குறேன்னு சொல்லிட்டு சொல்றாங்க. அப்பயே ஓவர் சைஸ் டிஷர்ட்லாம் போட்டிருக்காங்க பாரு. இந்த தூக்கி பார்க்கறாரு. ஹலோ பாஸ். അവനെന്റെ മുണ്ടൊരിഞ്ഞു. കുഞ്ഞവരാ എടാ കുഞ്ഞവരാ എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. മൊട്ടമായിരുന്നു താഴെ പോയി. കുഞ്ഞവരാ നീ ഇങ്ങോട്ട് വരണ്ട. കഴിച്ചതല്ല അഴിച്ചതാ. அழிச்சது. അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ അപ്പ അച്ഛൻ ഉണ്ണീശോയാ. അച്ഛോ കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ പള്ളിയിൽ അച്ഛൻ മുണ്ട് കുറച്ച് പതുക്കെ തൃപ്തിയായില്ലേ? ചേടാ ഇടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്തോ നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ? കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞ് തന്നെ മാഷേ. ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കൊള്ളു. എന്റെ വളർന്ന ശരി. ക്ലീൻ பண்ண வருது. അച്ഛാ പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റോളൂ എന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. மிக்கணும். അതെങ്കി തരൂ. தானே இது பண்றாங்களே. അച്ഛോ ഓ ഇതാ. എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതേ നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. അതെങ്കിൽ അത് തന്നെ. என்ன பண்ண சொல்றாங்க? ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട. കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്.
ഇതുപോലെ എത്ര കേസുകൾ ശരിയാക്കിയ ആള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. அவரை வந்து മാഷ് പേടിക്കണ്ട. ட்ரீட்மெண்ட் அனுப்புறாங்க. ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാസ്റ്റേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര. ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ ആള് മാറ്റിപ്പിടി വിളിച്ചപ്പോടെ. അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണ്ണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയില്ല. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ஹெல்ப் பண்றேன்னு வந்திருக்காங்கல்ல. இந்த சீம் எங்கேயோ கேட்டிருக்கோம். சின்னஞ்சிறு கிளியே. இப்ப ஏன் அரைக்கிறவங்களுக்கு கூப்பிட்டுருக்காங்க தெரியுதா? ഇതാ വലിയ ഉള്ളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് അടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അര പോരെ. ഒന്നും തന്നാലുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ ആ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക சக்கரையா? பஞ்சசாரன்னு சொல்ல மாட்டீங்களா? കൊടുക്കാൻ പറഞ്ഞ താൻ கருப்பட்டி எப்படி சொல்றாங்க? ஓகே. ഈ மரப்பട്ടിനാണ് ഞാൻ ஓ കരിപ്പെട്ടി. கருப்பட்டினா சக்கரையா? இல்ல நீ தப்பா புரிஞ்சுட்ட. கருப்பட்டினா கருப்பட்டி தான், சக்கரை தான் பஞ்சசாரம். ചക്കരേ. അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണം. சக்கரைன்னு சொல்றா. ആടലോട് കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അജമാംസ രസായനത്തിലാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ? ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ഇരിക്കുന്നു. ഇതാ ഈ ചക്ക. ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. ഒന്ന് താങ്ങി. ഇതാണോ താങ്ങ്? ഇതിനും കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെക്കാനും. മാഷ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ വെച്ചോ? മാഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ നീ വീട്ടിലെ treatment പண்றாங்க. സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, എന്താണ്? ആ തലപോച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാര മതിയാ? ബ്രദർ, கம்பிப்பாறை. തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങ് എടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടി വെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. ആ തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് എടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാരൻ ஏதோ എന്തെങ്കിലും சம்பவம் இருக்கு. തരാം. பிச்சைக்காரன் எந்தேலும் கொடு கொடு. ഞാൻ പോകുകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്തൊരു വലിയ ആരാ? കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കുന്നു. അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. കൊല്ലി ഞാൻ. கொல்லுங்க. என்ன கத்தி வச்சிருக்காரு? ഇരിക്കാനൊന്നും എനിക്ക് തരില്ല. എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തിക്കിട്ട് തരൂ. இவங்களால மட்டும் தான் ஹேண்டில் பண்ண முடியுது அவரை. ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാറി മാറി ഉണ്ട പക്രു. കാര്യം பக்கருடா. தெரியலையே. ஆனா நல்லா இருக்கு. உண்ட பக்கரு. മീൻകാരൻ വന്നു. ദാ വരുന്നു. ஏதோ சம்பவம் இருக்கு. അവിടെ ഉണ്ണിയേട്ടന്റെ ഒരു വികൃതിയല്ലേ. ഞാൻ പറഞ്ഞാലേ അനുസരിക്കൂ. ഇപ്പൊ കാപ്പിട്ടുണ്ട് വരാട്ടോ. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല. നാളെ തരാം. അവര് കൂട്ടാനും ഓർക്കാനും നീ എന്തിനീ പോണത്? കിടത്തി കുളിപ്പിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലോ. ഉണ്ണിയേട്ടൻ കൊച്ചു കുട്ടിയെ പോലെ തന്നെയാ. ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളൂ ഇപ്പോഴും. കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവസാനം കയ്യിലൊരു കൊച്ചുകുട്ടി ഉണ്ടാവും. നോക്കിക്കോ ഗോപേട്ടാ, അവൻ പിണങ്ങിപ്പോയതാ. ആവോ മോളെ, കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ. എന്നാലും അവനെ നീ സൂക്ഷിക്കണം. அவன்கிட்ட கேர்ஃபுல்லா இருந்தாங்களா? பாத்துக்கணும்ன்றாங்க போல. എന്റെ മാഷ് ഇവിടെ വന്ന് നിൽക്കണ. ഇവിടെ നെല്ലി വരണ്ടാ? മാവ, പ്ലാവ, லாவாவா? ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. செலவுள்ள கேஸ். நாடா ஒரு வீட்டுக்காரு.
ഇവിടെ 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 അങ്ങനെ പറ. തനിക്ക് ഞാൻ തരുമ്പോ തെറ്റ വേണ്ട 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 വേണ്ട. തനിക്ക് എന്താ ഭ്രാന്തുണ്ടാ ഏ, വന്നല്ലോ കുരിശുമാല കുരിശിമാളാവാ? ദാ, ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ ഗുളികയല്ലേ മിടുക്കൻ, ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ ഇതിൽ 8 ഗുളികയുണ്ട്. 8ന്റെ പാതി എത്ര? 8ന്റെ പാതി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കി 3 3 മുട്ട. ആ. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട ഇയാളാ. ദാ, ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ, ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. அவர் வயல எடுத்துட்டு நினைக்கிறேன். ஒரு நாக்கில வைக்க போறாங்க. എടുക്കുക. എന്നിട്ട് അങ്ങ് വേഗം ആയിക്കോട്ടെ. அவரு குடிச்சிட்டாரு. போறாரு. ഇറങ്ങി. அவரு சாப்பிடல, இவரு சாப்பிடல நினைக்கிறேன். മിടുക്കൻ. വേങ്കി രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യം അടക്കിടൂ. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നെന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്താ ഉദ്ദേശിച്ച? അച്ഛനെന്താ ഉദ്ദേശിച്ച? കുഞ്ഞവരാ, അച്ഛനെന്താ കുഞ്ഞവരാ. ദാതായി മരുന്ന് കഴിച്ചേ. അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ. ഈ അച്ഛനാണാ? വെള്ളം എടുത്തേ, വെള്ളം എടുത്തേ. പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ. പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ, എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേല് എനിക്കെന്ത് ദുഃഖം. എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചില്ലറക്കാരനല്ല. അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോലെ വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനം കളയാനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ്. അവനെ ചികിത്സിച്ച് ഭേദാക്കിയാ നിനക്ക് ചില്ലിക്കാശ് കിട്ടില്ല. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴുവൻ ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേന്ന്. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്. ശരിയായിരുന്നു. ഇത് വലിപ്പിച്ചാ അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരടേ. ஆக்சுவலி இது காமிங் ஏஜென்ட். சரக்கு அடிச்சாதான் வந்து அந்த மாதிரி ஆவாங்க. ദൈവമേ, இது அடிச்சா காம் ஆயிருவாங்க. അളിയ ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like tingle stars, the tingle stars like glowing gems. എപ്പോ? But the gems are floating like gems and sperms. Humpty Dumpty. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അല്ലെങ്കിൽ ഒരു 2 പപ്പ. இவரு ஃப்ரெண்டா? இவரு ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. இவருக்கு இங்கிலீஷ் I am the sorry അളിയ. I am the Sorry. sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ஆக்சுவலி மனசளவுல ஒரு நல்லவராத்தான் இருக்காரு. ஆனா கெட்டது பண்ணிடுறாரு அப்பப்ப. പത്മനാഭമാഷേ, എന്താണ്? നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ? കഞ്ചാവ് വീട്? നീ എന്താണ് പറയുന്നേ? മാഷേ,
ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. நல்லா ரைட்டர். മാഷേ, മാഷിന്റെ മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഇന്ദുലേഖേ, ഇന്ദുലേഖ. ഞാൻ വഞ്ചിച്ചു. നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചതിലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. മിസ് ഇന്ദുലേഖേ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. കേട്ടില്ലേ അച്ഛാ? നീ വിഷമിക്കാതെ ഇതിപ്പൊ ശരിയാക്കി തരാം കുഞ്ഞവരാ. ഇപ്പൊ വരാം. എന്ത് പണ്ടാലുള്ള മനുഷ്യനെ കൂടെ പണിയും ചെയ്യും. ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവര വരട്ടെ. മാഷത്തെ വിളിച്ച ആ കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാഷ, നല്ല കാശല്ലേ? കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആഹാ മാഷിനെ പുളിവെള്ളം, പുളിത്തണ്ണി തന്നെ. പോകാം. ആ ഹംസ ഇന്ദുലേഖയുടെ ആങ്ങളെയല്ലേ? ഹംസവാ അല്ലേ ഇന്ദുലേഖേ? വാ. ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോട കോപ്പേ. അല്ല, ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? ഇന്ദുലേഖ. ലേഖ. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണി ചെയ്ത് ഒരു കവള് പോണൊക്കെ പോറാക പറഞ്ഞോ? ഇവളോ? ഇവൾ വഞ്ചന. വഞ്ചനവാ. വനജ, ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? മോനെ, മോനെ കുട്ടാ, മോനൊന്ന് എഴുന്നേറ്റ്. അതൊക്കെ അടിക്ക് പോറാറോ? ഇല്ല, മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? ഇറങ്ങാ വെളിയില്. എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി മേലെ പഠിക്കാത്ത കയറി അടിച്ചു. ആഹാ, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പറഞ്ഞിട്ടില്ലടി, ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. ഞാനങ്ങ് തന്നാലിട്ടല്ലോ. ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേക്കുണ്ടല്ലോ അവളുടെ കൂടെ പോയി തോളത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി. പേടി പോടാ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചെല്ലും. വേറെ എവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചെല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചെല്ലും. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവ് കൂടെ തട്ടെ. ഏയ് വേണ്ട. കഞ്ചാവ് വലിക്കുന്നോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്തായാലിയാ, ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ട யார் அந்த மாஸ்டர்? இது வைத்தியர். മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. മൂക്കിലേക്ക് പറഞ്ഞു. ഇവനിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയാ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയാ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. இவர் மூக்குல ஏற போகுது. ஏதோ ரிவர்ஸ் பண்ண போறாரு இவரு. ബാങ്ക് കൊടുക്കുന്നത് പള്ളി പണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്കെല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അണ്ണച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ வீட்டுக்கு வந்துட்டாரு சலீம். അവന് പോണ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുക. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ പോരെ. കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കാം. എറ്റി ഒരേ
പോച്ച്. சேட்டை பிடிச்ச பையனா இருக்காரு. எனக்கு ரொம்ப அவர் தெளிவா இருக்காருன்னு தான் தோணுது ரொம்ப நேரமா. ഒന്ന് ഊരിക്കോട്ടെ. ഓക്കെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ അയ്യോ മീന്. ഇത്രക്ക് മത്സ്യസമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. ஐயையோ பஞ்சவர்ணத்தை பறக்கூடாம போக மாட்டாரு போல இருக்கு. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്തായി കാണിക്കുന്നത്? அவருக்கு ஏதாவது ஃபிளாஷ்பேக் வரும்னு நினைக்கிறேன். നമുക്ക് കോംപ്രമൈസ് അടി കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ஆரம்பிச்சிட்டாரா? കടന്നു വന്നവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ലടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ, പുലി. ഭാസ്കരനെ കൊന്നു മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോര എപ്പോഴും ഒഴുകുമെടാ. വാടാ. அதுல என்ன எழுதிருக்குன்னு தெரியலையே. எனக்கு புரியல. சருக்கு. என்ன எழுதிருக்குன்னு தெரியல. ஏதோ காமெடி டைமிங் இருக்கு. എന്നാ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ. ஏதெல்லாம் பண்றாரு? അച്ഛാ ഏത് കണ്ടാ? എന്താ ഗോപി? ചെക്കനെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിലോ നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവും. എന്താ ഉണ്ണി? എന്താ ഒരു പറയണേ? കുരുത്തക്കേടായിട്ട് ഒപ്പിച്ച് വന്നിട്ട് കൂസലില്ലാതെ നിൽക്കണം കണ്ടില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലയിലും ഞാൻ എങ്ങനെയാണോ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന ഒരുത്തൻ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കരുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഹായ് ആരെത്രണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ ഒന്നുമില്ല. പാവത്തിന് അടിക്കരുത്. പറയുന്നത് இப்ப அடிக்கூடாது. அடிச்சா மட்டும் சரியாக போகுது. നീ പഠിക്കുന്ന அவன் பண்றதெல்லாம் ஆப்போசிட் எஃபெக்ட் ஆயிட்டு இருக்கு. വേണ്ടായിരുന്നു, ഇവനെ കണ്ടു കിട്ടണ്ടായിരുന്നു. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ. ஓகே, பார்ட் 2 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3 சந்திப்போம். நன்றி, வணக்கம். பை பை.